ഡാ, നീ എങ്ങോട്ടാ പോന്നേ? നീ ആ കൊച്ചിനോട് സംസാരിക്കാതെ ഇത്ര വേഗം ഇങ്ങോട്ട് വരാൻ മാത്രം നീ ആരെ കണ്ടേ? എടാ, അത് അത് പിന്നെ ഞാനിപ്പോ ഇവിടെ ഇന്ദുവിന്റെ അമ്മയെ കണ്ടു. ആ ബെസ്റ്റ്. 24 മണിക്കൂർ ഇന്ദു ഇന്ദു എന്ന് പറഞ്ഞു നടക്കുമ്പോ സ്വാഭാവികമായിട്ട് പോകുന്നവരെ കാണുമ്പോ ഇന്ദുവിന്റെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ തോന്നും. അതിന് നിന്നെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ കണ്ടതാ. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നതാ കണ്ടേ. ഞാൻ കള്ളം പറയുന്നതല്ല. ചിലപ്പോ അവളുടെ അമ്മയുടെ കൂടെ അവളും കാണുമായിരിക്കില്ലേ? അത് നിനക്ക് തോന്നിയതായിരിക്കും. അതെങ്ങനെയാ? പട്ടിയുടെ പാല് 12 കുഴലിട്ടാലും വളഞ്ഞേ ഇരിക്കും. അതാ നിന്റെ അവസ്ഥ. നീ ഇങ്ങോട്ട് വന്നേ. ഞാനിപ്പോ എങ്ങോട്ടും ഇല്ല. നീ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഒരെണ്ണം കൂടെ ഒഴിക്ക്. എന്റെ പൊന്നു സാറേ, ഇത് എത്രാമത്തെയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഞാൻ രണ്ടിൽ കൂടുതൽ അടിച്ചെന്ന് വരും. എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒഴിക്കടാ അങ്ങോട്ട്. തനിക്കറിയോ, 6 വർഷം ഞാൻ, അതായത് ഞാൻ അവക്ക് വേണ്ടി കാത്തിരുന്നു. എന്നിട്ട് അവള് വന്നോ? ഇല്ല. അപ്പൊ സാറ് പ്രേമം നഷ്ടപ്പെട്ട വേദനയല്ല കുടിക്കുന്നേ? എന്റെ സാറേ, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഒന്ന് പോയാ വേറൊന്ന്. അല്ലടോ, തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എന്റെ എന്തോനെ ആരെയും വേദനിപ്പിക്കാൻ പോലും അറിയില്ലടോ. ഒരു പാവം പെണ്ണ്. ഇന്ന് വരെ അവൾ എല്ലാരെയും സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. അവൾക്കാരെ വേദനിപ്പിക്കാൻ അറിയില്ലടോ. ഒരു പൊട്ടി പെണ്ണ്. ആരെയും വേദനിപ്പിക്കാൻ അറിയാത്ത ഒരു പൊട്ടി പെണ്ണ്. എന്നും ആ മുഖത്തൊരു ചിരി ഉണ്ടാവും. ആരെയും കൊതിപ്പിക്കുന്നൊരു ചിരി. ഇപ്പൊ ഒരുപാട് കൊതിക്കുവാടോ അവളെ ഒന്ന് കാണാൻ. എന്റെ ഇഷ്ടം ഒന്ന് പറയാം. അപ്പോ ആ മുഖത്ത് വരുന്ന ചിരി ഒന്ന് കാണാൻ. അത് മാത്രം ഒന്ന് കണ്ടാ മതിയടോ ധ്രുവൻ. അത് മാത്രം മതി. അവളോട് പറയാൻ കുറച്ച കാര്യമല്ല, ഒന്ന് തുറന്ന് പറഞ്ഞാ മതിയടോ. എനിക്ക് എന്റെ എന്തുവിനെ മാത്രം മതിയടോ. എന്നാലും താൻ ഇത്ര വലിയ ചതിയൊന്നും ഞാൻ വിചാരിച്ചില്ല. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞേ? എന്റെ മോനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചപ്പോ താൻ അതിന്റെ ഇടയ്ക്ക് വർമ്മയുടെ മോളെ കൊണ്ട് കെട്ടിക്കുമെന്ന് ഞാൻ കരുതിയോ? എടോ, ഇത് വെറും ഒരു ബിസിനസ് ഡീലാണോ? വർമ്മയ്ക്ക് പാർട്ട്ണർഷിപ്പായിട്ട് എന്റെ കമ്പനി. സോ അതിന് തിരിച്ച് അവന്റെ മകളെ എന്റെ മകനെ കൊണ്ട് കെട്ടിക്കുന്നു. അത്ര തന്നെ. തനിക്കറിയാലോ, പൈസ ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. പിന്നെ വർമ്മയ്ക്ക് എന്റെ കമ്പനിയുടെ കൊളാബറേഷൻ ഒരു ഗോൾഡൻ ടിക്കറ്റ്. അത് അങ്കിള് പറഞ്ഞത് കറക്റ്റാ. ഇത്രയും വലിയ കമ്പനിയുടെ കൊളാബറേഷൻ കിട്ടുക എന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. തനിക്കറിയോ, എനിക്കൊരു മകളുണ്ടായിരുന്നേ, ദേ ഇവനെ കൊണ്ട് ഞാൻ കെട്ടിച്ചാണ്. എന്റെ മകനായിട്ട് ജനിച്ചില്ല. അങ്ങനെയെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്റെ കമ്പനിയുടെ നെക്സ്റ്റ് സിഇഒ ഇവനായിരുന്നേനെ. കാര്യം പറയട്ടല്ലോ, ഇവന്റെ കയ്യിൽ എന്ത് ജോലി കിട്ടിയത് ഇവങ്ങ് ഭംഗിയാക്കി തീർത്തു തരും. അതിൽ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ ആരും. എന്താ തനിക്കതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇവൻ ചെയ്തു തന്ന കാര്യം എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂ? ഞാൻ ഇത്രയും അധ്വാനിച്ചത് കണ്ട കോടിച്ചിപ്പട്ടുകൾ കയറി സ്വന്തമാക്കാനല്ല. അതിനുവേണ്ടി ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. എന്റെ മോനൊരു തെറ്റ് ചെയ്തു, അതിന് ഇവൻ തന്നെ വേണ്ടി വന്നു ഒന്ന് ഒതുക്കാൻ. എനിക്ക് ധ്രുവനോട് ദേഷ്യം കോളേജ് ടൈമിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അവൻ യുദ്ധത്തിൽ തോറ്റ വെറും ഒരു പടയാളി മാത്രം. ഒന്നും അറിയാതെ പോയ വെറും ഒരു പടയാളി. അല്ല, ഇതാരാ? ഇതുവോ? വാ. എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവ്? അല്ല അവനെന്തിയെ? രണ്ടും അടിച്ച് വിരിഞ്ഞോ? ദേവേട്ട, എനിക്കൊരു സഹായം വേണം. ദേവേട്ടനല്ലാതെ വേറെ ആർക്കത് പറ്റില്ല. നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തായാലും കോളേജ് റെക്കോർഡ്സിൽ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഏട്ടന് ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയാലോ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ധ്രുവനോടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഒന്ന് അറിയട്ടെ.
എന്നിട്ട് പറയാന്ന് വിചാരിച്ചു. അല്ല, എന്നിട്ട് അവനെവിടെ? ഞാൻ കുറേ നേരം കൊണ്ട് വിളിക്കുക. അവിടെ നിന്ന് പോയ പിന്നെ ഇങ്ങോട്ടൊരു വിളിയൊന്നും വന്നിട്ടില്ല. ഞാൻ എന്തായാലും സാമിച്ചാനോട് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയാ വിളിക്കാന്ന് പറഞ്ഞു. ഇച്ചായന. ഹലോ ഇച്ചായ, എന്തായി? അവനെ കിട്ടിയോ? ആണോ? ഇച്ചായൻ എന്തായാലും അവനൊന്ന് വീട്ടിലാക്കിയേക്ക്. എനിക്ക് വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചേക്കാം. ശരി ഇച്ചായ. എന്തായടാ, കിട്ടിയോ അവനെ? കിട്ടി. ബാറില് ഇന്ന് വരെ മദ്യം തൊട്ടിട്ടില്ല, ഇന്നിപ്പോൾ അതും തുടങ്ങി. ഇവരിതെന്തിൻ്റെ പുറപ്പാടാണെന്ന് എനിക്കറിയില്ല. ദേവേട്ട, അപ്പം ഞാൻ ഇറങ്ങട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും. നീ അധികം ടെൻഷൻ ആവണ്ട, നാളെ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. സിസ്റ്റർ, എന്താ സർ? ഇന്ന് മോർണിംഗ് ജെസ്സി എന്ന് പറയുന്ന ആരെങ്കിലും അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഒരു സെക്കൻഡ് നോക്കട്ടെ. ഇല്ല സർ, ജെസ്സി എന്ന പേരില്ല. അല്ല, ഇന്ന് മോർണിംഗ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ചിലപ്പോ സിസ്റ്റർ നീതുവിനെ അറിയായിരിക്കും. അവളാ മോർണിംഗ് ഷിഫ്റ്റ്. സാറ് നാളെ രാവിലെ വന്ന് അവളെ കാണാം. ആക്ച്വലി ഇറ്റ്സ് എൻ എമർജൻസി. അതാ ഞാൻ എൻ്റെ നമ്പർ തരാം. സിസ്റ്ററിനോട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ സർ, പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വന്നേ. ഇത് ആരെ വീടാ? ഇത് എന്റെ ഇന്ദുവിന്റെ വീടാണോ? ഇന്ദുവിന്റെ ബിന്ദുവിന്റെ വീടൊന്നുമല്ല, നിന്റെ വീടാ. ഇങ്ങോട്ട് വാ നീ. വീട്? എനിക്ക് എന്റെ ഇന്ദുവിന്റെ വീട്ടിൽ പോണം. ധ്രുവ മോനെ, നീ അമ്മയുടെ മോൻ ധ്രുവ് വന്നു കേട്ടോ. നീ കുടിച്ചോ? കുടിക്കാനോ? നോവേ സാമിച്ചായ, ഞാൻ കുടിച്ചില്ലല്ലോ. ആ വന്നോ? നിന്റെ തോന്നിയ ദിവസം കാണിക്കാനാണോ അവിടെ ഇന്ന് പോയേ? എന്നെ നാണം കെടുത്താൻ. ഞാൻ ഇനി അവരെ മൂത്ത് എങ്ങനെ നോക്കും? അല്ല, എന്റെ പിതാമഹനോട് ഉണ്ടായിരുന്നു. നമസ്കാരം. ഛേ, നീ കുടിച്ചോ? ഓ, അപ്പൊ പുന്നാര മോന് ഈ ശീലം ഉണ്ടല്ലേ? അതെ, നിങ്ങളൊന്ന് വേണ്ടാതിരിക്കെ, അവനിപ്പോ വന്നതല്ലേ ഉള്ളൂ. അതെ, ഞാൻ കുടിച്ചു. ഞാൻ ഇനിയും കുടിക്കും. വേണേ നാളെയും കുടിക്കാം. എന്തേ? മോനെ, നീ ഇവനെ വിളിച്ചോന്ന് അകത്തേക്ക് പോ. ആൻറ്റി, അവനിപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ നാളെ രാവിലെ വരാം. എന്തേലും വിളിച്ചാൽ മതി. ആ മോനെ, ശരി, പൊക്കോ. ഹലോ. ഹലോ, ഏതല്ലേ? ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ ഇറക്കിയെന്ന നേഴ്സ് നീതുവാ. ആ, മനസ്സിലായി. ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് ജെസി മാമിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു എന്ന് കേട്ടു. ഇയാള് ജെസി മാമിന്റെ ആരാ? ഞാൻ ആൻറ്റിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മകനാണ്. ആക്ച്വലി ഞാനും മമ്മി ഇവിടെ അല്ലായിരുന്നു. വന്ന ടൈമിൽ ആൻറ്റി നേരത്തെ താമസിച്ച സ്ഥലം മാറിയെന്ന് പറഞ്ഞു. അതാ ചോദിച്ചത്. ഇന്ന് മോർണിംഗ് ഞാൻ ആൻറ്റീനെ ഇവിടെ കണ്ടു. പിന്നെ വരുന്നതിന് മുന്നേ ആൻറ്റി പോവുകയും ചെയ്തു. അമ്മയുടെ ആൻറ്റിയുടെ പഴയ നമ്പറേ ഉള്ളൂ. ഓ, ആക്ച്വലി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് പുറത്തു കൊടുക്കാൻ പാടില്ല. പിന്നെ താൻ റിലേറ്റീവാന്ന് പറഞ്ഞോണ്ടാ. ഞാൻ എന്തായാലും അയച്ചേക്കാം. ഷുവർ, താങ്ക് യു. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അല്ല, നമുക്ക് തമ്മിലൊന്ന് കാണണ്ടേ? ഇല്ല, നീ വരില്ല. നിനക്കെന്നെ കാണണ്ട. ചിരിക്കുക? നിനക്കെന്നെ പൊട്ടനാക്കിയിട്ട് അങ്ങ് ചിരിച്ചാ മതിയല്ലോ. ദേ, ഇങ്ങോട്ട് നോക്ക്. 6 വർഷം ഞാൻ കാത്തിരുന്നു. എന്നിട്ട് നീ വന്നോ? ഇല്ല, നീ വരില്ല. നിനക്കെന്നെ കാണണ്ട. അല്ല, നീ ആരാ? രാമായണത്തിലോ സീതയോ?
രാമനെ വിട്ടിട്ട് സീതയാ നീ? നിനക്ക് വേണ്ടി ഞാൻ 14 വർഷം വനവാസത്തിന് പോകാനും തയ്യാറാണ്. പക്ഷേ നീ നീ ഇപ്പൊ ഇവിടെ വരണം. വരുമോ നീ? നിനക്കറിയാം മിസ്റ്റർ മോഹൻ ചന്ദ്രശേഖർ, അതായത് എന്റെ തന്തപ്പടി. അയാള് പറയുക ഞാൻ അയാളെ നാണം കെടുത്തിയെന്ന്. അപ്പോൾ ഞാനോ ഇത്രയും വർഷം അയാള് പറയുന്നതെല്ലാം കേട്ടു ഒന്നൊഴികെ. ഇങ്ങോട്ട് നോക്ക്. നിന്നെ പ്രേമിക്കരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല, ധ്രുവ് അത് കേട്ടില്ല. അല്ല, ഞാനിതൊക്കെ ആരോടാ പറയുന്നത്? ഇച്ചയ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ധ്രുവനോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ചോദിച്ചാലും ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതി. നീ പോയിട്ട് വാ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.